മിന്നാര പൊൻകൂട്ടിൽ മിന്നുമാ പൊന്മുട്ട കാകന്റെ എന്നു ചൊല്ലി നിന്നെപ്പോലെ കാറ്റുമതേറ്റു ചൊല്ലി. നമസ്കാരം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ ISS കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിലാണ്. ഈ ഒരു വിദ്യാലയത്തിന്റെ അഭിമാനമായ ഒരു പ്രതിഭ ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ അക്ഷര ശ്ലോകത്തിലും കാവ്യകേളിയിലും ഫസ്റ്റ് എ ഗ്രേഡ് നേടിക്കൊണ്ട് ഈ ഒരു വിദ്യാലയത്തിന്റെ അഭിമാനമായ ഒരു പ്രതിഭയാണ് നമ്മോടൊപ്പം ഉള്ളത്. അമൃത, നമസ്കാരം. എന്തായാലും വലിയ ഒരു സന്തോഷത്തിന്റെ ഭാഗമാവുകയാണ്. കാരണം ഏതൊരു കലാകാരനും കലാകാരിക്കും ലഭിക്കുന്ന അംഗീകാരം വലിയൊരു സന്തോഷ നിമിഷമാണ്. ഈ ഒരു അംഗീകാരം ലഭിച്ചതിന്റെ അല്ലെങ്കിൽ ഒന്നാം സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷം എങ്ങനെയാണ് ഞങ്ങളുടെ ചാനൽ 10 പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്? ഓക്കെ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലൊക്കെ സ്കൂൾ കാലഘട്ടം മുതലേ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ തലത്തിലും ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. കാവ്യകേളിയിലും അക്ഷര ശ്ലോകത്തിലുമാണല്ലോ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എത്ര കാലം മുതൽ ഈ ഒരു കലാരൂപം അഭ്യസിക്കുന്നുണ്ട്? ഞാൻ ഏകദേശം 5ാം ക്ലാസ് തൊട്ടിട്ട് തന്നെ അക്ഷരശ്ലോകം പഠിക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ എൻ്റെ ഗുരു ധന്യ ടീച്ചറായിരുന്നു, എൻ്റെ സംസ്കൃത അധ്യാപികയായിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ ഒറ്റപ്പാലം ശ്രീ രാമചന്ദ്ര അയ്യർ സാറുടെ കീഴിലുള്ള അമൃതഭാരതി എന്ന് പറയുന്ന ഒരു അക്ഷരശ്ലോക സമിതിയിൽ ചേരുകയാണ് ഉണ്ടായത്. പിന്നീട് ആ സമിതിയോട് അനുബന്ധിച്ചിട്ടുള്ള പഠനമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊരു കലാരൂപത്തിന് പിന്നിലും ഗുരുക്കന്മാരുടെ പിൻബലം വലിയൊരു അഭിവാജ്യ ഘടകമാണല്ലോ. ആരാണ് പഠിപ്പിക്കുന്നത് ഈ ഒരു കലാരൂപം? ഒറ്റപ്പാലം ശ്രീ രാമചന്ദ്രയ്യർ സാറാണ് ഗുരു. അമൃതഭാരതി എന്നാണ് സമിതിയുടെ പേര്. ഏകദേശം കേരളത്തിൽ തന്നെ കുറേ അധികം കുട്ടികൾ സാറുടെ ശിക്ഷണത്തിൽ പഠിച്ചു വരുന്നുണ്ട്. സാറ് ഫീസൊന്നും ഇല്ലാതെയാണ് പഠിപ്പിക്കുന്നത്. സാറുടെ ഈ ശിക്ഷണം എൻ്റെ നേട്ടങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു കലാകാരൻ്റെയും കലാകാരിയുടെയൊക്കെ വളർച്ചയിൽ അവരുടെ കുടുംബമാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വലിയൊരു പിന്തുണ കൊടുക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നമ്മുടെ കലാജീവിതത്തിൻ്റെ വളർച്ചയിൽ അവർ നൽകുന്ന എല്ലാവരും, പ്രത്യേകിച്ച് എടുത്തു പറയാതെ എല്ലാവരും നൽകുന്നൊരു പിന്തുണ എങ്ങനെയാണ്? പ്രധാനമായിട്ടും ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ്. അച്ഛനായാലും അമ്മയായാലും. ഞാനിപ്പോൾ കേരളത്തിൽ ഏകദേശം ഒരുപാട് ജില്ലകളിൽ ഇങ്ങനെ കോമ്പറ്റീഷൻ നടക്കാറുണ്ട് അക്ഷരശ്ലോകത്തിൻ്റെ. അപ്പോൾ അവരാണ് എന്നെ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുന്നതും ഒക്കെ. അപ്പോൾ അവരുടെ സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഫ്രണ്ട്സ് ആയാലും കോളേജിൽ നിന്നായാലും സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഫ്രണ്ട്സ് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് കൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റിയതും. പിന്നെ എൻ്റെ അധ്യാപകർ, പ്രധാനമായിട്ടും എൻ്റെ ഗുരു രാമചന്ദ്ര അയ്യർ സാറ് തരുന്നൊരു സപ്പോർട്ട്. പിന്നെ എൻ്റെ ചെറുപ്പം മുതൽ 5ാം ക്ലാസ് തൊട്ടിട്ടാണല്ലോ ഞാൻ ഈ പഠനം നടത്തിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് സപ്പോർട്ടായി നിന്നത് ധന്യ ടീച്ചറായിരുന്നു, എൻ്റെ സംസ്കൃത അധ്യാപിക. പിന്നെ 10ാം ക്ലാസ് ആയപ്പോഴേക്കും എനിക്ക് ലോഹിതാക്ഷൻ മാഷ് പറഞ്ഞൊരു മാഷ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അധ്യാപകരുടെയും കൂടി നമ്മൾ സപ്പോർട്ട് എടുത്ത് പറയേണ്ടതാണ്. കലോത്സവങ്ങളിലെ ഗ്ലാമർ ഇനങ്ങൾ ഒരുപാടുണ്ട്. കാരണം ജനപ്രിയമായ ആളുകൾ ഒരുപാട് ആസ്വാദകർ തേടിയെത്തുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മത്സരങ്ങളിലെ ഒരു ജനപങ്കാളിത്തം എങ്ങനെയാണ്? ആസ്വാദകർ വേദികളിലേക്ക് കാണാൻ വരുന്ന ഒരു പങ്കാളിത്തം എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ആരും അറിയപ്പെടാത്തൊരു കലയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള ഒരു കളിയായിട്ടായിരുന്നു അക്ഷരശ്ലോകത്തെ കണ്ടിരുന്നത്. പിന്നീട് അത് ഒരു മത്സര ഇനമായിട്ട് മാറി. ആദ്യം ഓൺ സ്റ്റേജ് ഇനത്തിലായിരുന്നു അക്ഷരശ്ലോകം പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓഫ് സ്റ്റേജ് ഇനത്തിലാണ് അക്ഷരശ്ലോകം. പൊതുവെ പറയുകയാണെങ്കിൽ ജനപങ്കാളിത്തം വളരെ കുറവാണ്. പക്ഷേ ഈ തൃശ്ശൂർ, അതുപോലെ തന്നെ പട്ടാമ്പി, ആ ഭാഗത്തൊക്കെ കോഴിക്കോട്, അങ്ങനെയൊക്കെ നിരവധി ജില്ലകളിലൊക്കെ ഈ മത്സരത്തിന് ഇപ്പോൾ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു മത്സര ഇനത്തെ പറ്റി ആളുകൾക്ക് വലിയ രീതിയിൽ സംശയങ്ങളുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അത്ര ജനപ്രിയ ഇനമല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഈ മത്സരത്തിന് മാർക്ക് ഇടുന്ന ഒരു അടിസ്ഥാനമായ നിബന്ധനയൊക്കെ എന്താണ്? പ്രധാനമായിട്ടും ഉച്ചാരണ ശുദ്ധി നോക്കും. പിന്നെ അക്ഷരസ്ഫുടത. പിന്നെ നിരവധി വൃത്തങ്ങളുള്ളൊരു ശൃംഖലയാണ് അക്ഷരശ്ലോകം പറഞ്ഞത്. അപ്പോൾ വൃത്തവൈവിധ്യം, പിന്നെ പദം മുറിക്കൽ, എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് വിധി നിർണ്ണയം നടത്താൻ. ഓരോ മത്സരങ്ങൾക്കും അതിൻ്റെതായ നിബന്ധനകളും നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിബന്ധനകളും നിയമങ്ങളൊക്കെ വരുന്നത്? ഇത് സംസ്കൃത വൃത്തത്തിലുള്ള അർത്ഥം പൂർണ്ണമാവുന്ന 4 വരികളാണ് അക്ഷരശ്ലോകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വ്യക്തി ഒരു അക്ഷരശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ 3ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടായിരിക്കണം അടുത്ത ആൾ ചൊല്ലേണ്ടത്. ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ അന്താക്ഷരി രീതിക്കൊക്കെ വരും. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കും. ഏകദേശം മത്സര ഇനങ്ങൾക്കൊക്കെ 10 റൗണ്ടൊക്കെയാണ് അക്ഷരശ്ലോകം ഉണ്ടാവാറുള്ളത്. നമ്മുടെ ഈ ഒരു ഐറ്റം കലോത്സവ ഇനമല്ലാതെ മറ്റേതെങ്കിലും വേദികളിൽ അവതരിപ്പിക്കാറുണ്ടോ?
പ്രധാനമായിട്ട് അക്ഷരശ്ലോക സദസ്സുകൾ നടത്താറുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തും അക്ഷരശ്ലോക സദസ്സുകൾ നടത്തി വരാറുണ്ട്. അതുപോലെ തന്നെ പല ജില്ലകളിലായിട്ടും അഖില കേരള അക്ഷരശ്ലോക മത്സരം, അതുപോലെ കോഴിക്കോട് കലാസമിതി അക്ഷരശ്ലോക മത്സരം, അങ്ങനെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ അക്ഷരശ്ലോക മത്സരം നടത്തി വരാറുണ്ട്. നമ്മൾ ഒരുപാട് കലകളെ കുറിച്ച് പറഞ്ഞു. കാവ്യകളിയിലും അക്ഷരശ്ലോകത്തിലും അല്ലാതെ വേറെ ഏതെങ്കിലും കലാമേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുണ്ടോ? ഭരതനാട്യം, മോഹിനിയാട്ടം, പിന്നെ പാഠകം, കവിതാ പാരായണം, ഓട്ടംതുള്ളൽ, ഇങ്ങനെ കുറച്ച് കലകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നിർത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ട്. ഓട്ടംതുള്ളലിലെ കുറച്ച് വരികൾ ചൊല്ലാം. പച്ചക്കദളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിലങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കെന്നു മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ 4 ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തഥാ. നമ്മുടെ അക്ഷരശ്ലോകത്തിലെ വൃത്തങ്ങൾ എങ്ങനെയാണ്, അതൊന്ന് വിശദീകരിക്കാം. അക്ഷരശ്ലോകത്തിൽ വലിയ വൃത്തം, ചെറിയ വൃത്തം, ഇടത്തരം എന്നിങ്ങനെ 3 തരത്തിലുള്ളതാണ്. പിന്നെ അനുഷ്ടുപ്പ് പറഞ്ഞിട്ടൊരു, അതായത് ഒരു വരിയിൽ 8 അക്ഷരത്തിൽ കുറവുള്ള ശ്ലോകങ്ങൾ ഉണ്ടായിരിക്കും. അത് പക്ഷേ മത്സര ഇനത്തിൽ ഉൾപ്പെടുത്താറില്ല. അതല്ലാതെ വലിയ വൃത്തം, ഇടത്തരം, ചെറിയ വൃത്തം എന്നിങ്ങനെയാണ് അക്ഷരശ്ലോകം ഉള്ളത്. വലിയ വൃത്തങ്ങളിൽ പ്രധാനമായിട്ടും 21 അക്ഷരം വരുന്ന ശ്രദ്ധര, പിന്നെ കുസുമമഞ്ജരി, ശാർദൂല വിക്രീഡിതം, അതുപോലെ ധൂർജടി, കളഹംസം തുടങ്ങിയ വൃത്തങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. പിന്നെ ഇടത്തരം വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 അക്ഷരത്തിനും 17 അക്ഷരത്തിനും ഇടയിലുള്ള ഒരു വരിയിൽ 15 അക്ഷരമോ അതിൽ 17 അക്ഷരമോ ഉൾപ്പെടുന്ന തരത്തിലുള്ള ശ്ലോകങ്ങളാണ് ഉൾപ്പെടുക. അതിൽ പഞ്ചജാമരം, പിന്നെ മന്ദാക്രാന്ത, അങ്ങനെയുള്ള ശ്ലോക വൃത്തങ്ങളാണ് ഉൾപ്പെടുന്നത്. ചെറിയ വൃത്തത്തിൽ രഥോദത, ദ്രുതവിളംബിതം, ഇന്ദ്രവജ്ര, വിയോഗിനി, സമ്മത, അങ്ങനെ പുഷ്പിതാഗ്ര തുടങ്ങിയ വൃത്തങ്ങളൊക്കെയാണ് ചെറിയ വൃത്തങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അക്ഷരശ്ലോക മത്സരത്തിലായാലും സദസ്സിലായാലും എല്ലാവരും വൃത്തവൈവിധ്യത്തോടുകൂടി ചെറുതും വലുതും ഇടത്തരവും കലർന്നായിട്ടുള്ള വൃത്തങ്ങളോട് കൂടിയിട്ടാണ് അക്ഷരശ്ലോകം നടത്താറുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട 2 കലാരൂപങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അക്ഷരശ്ലോകത്തെ കുറിച്ചും കാവ്യകേളിയെ കുറിച്ചും. അപ്പൊ അക്ഷരശ്ലോകത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. കാവ്യകേളിയെ കുറിച്ച് എന്തൊക്കെയാണ് ഈ ഒരു മത്സരത്തിന്റെ നിബന്ധനകൾ വരുന്നത്? കാവ്യകേളി ദ്രാവിഡ വൃത്തത്തിലുള്ള അർത്ഥം പൂർണ്ണമാവുന്ന കവിതാ ഭാഗങ്ങളാണ്. അപ്പോൾ അക്ഷരശ്ലോകം നമ്മൾ 4 വരിയുള്ള പദ്യഭാഗമാണ് പറഞ്ഞു. അതിൻ്റെ 3ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം വെച്ചായിരിക്കണം അടുത്ത ആൾ ചൊല്ലേണ്ടത്. പക്ഷെ കാവ്യകേളിയിലേക്ക് വരുമ്പോൾ 8 വരിയുള്ള കവിതാ ഭാഗമായിരിക്കും. അർത്ഥം പൂർണ്ണമാവുന്ന, പദം കൃത്യമായിട്ട് മുറിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള രീതിയിലായിരിക്കണം ചൊല്ലേണ്ടത്. 8 വരിയുള്ള പദ്യഭാഗമാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ 5ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം വെച്ചായിരിക്കണം അടുത്ത ആൾ ചൊല്ലേണ്ടത്. ഇങ്ങനെ ഓരോ റൗണ്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. കലോത്സവത്തിലെ സമ്മാനത്തിന് അർഹമായ കാവ്യകേളിയിലെ ഏതെങ്കിലും കുറച്ച് വരികൾ അവതരിപ്പിക്കാം. കാലമാണ വിശ്രമം പായുമെന്നശ്വം സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം പ്രപഞ്ചം മുഴുവനും പണ്ടൊരു കാലം പ്രളയാബ്ധിയിൽ മുങ്ങി താണടിഞ്ഞിരുന്നപ്പോൾ വന്നു ഞാനമീബയായി ജീവന്റെ 1ാമത്തെ സ്പന്ദനം വിളംബരം ചെയ്തിതൻ ചലനങ്ങൾ അന്നന്തരീക്ഷത്തിൻ്റെ ആത്മാവിൽ നിന്നും പ്രാണസ്പന്ദങ്ങൾ കുയിരാർജിച്ചങ്ങനെ വളർന്നു ഞാൻ. നമ്മളൊരു കലാകാരനാണെങ്കിലും കലാകാരിയാണെങ്കിലും ഒക്കെ എപ്പോഴും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അവരുടെ സംസാരത്തെക്കാളുപരി അവരുടെ കലാപ്രകടനങ്ങളാണല്ലോ. അപ്പോൾ അക്ഷരശ്ലോകത്തിലെ ഏതെങ്കിലും കുറച്ച് വരികൾ അവതരിപ്പിക്കാം. ആ എന്നുള്ളൊരു അക്ഷരത്തുനിന്ന് ശ്ലോകം അവതരിപ്പിക്കാം. 6ഉം 4ഉം കിടന്നാടിയ മഹിതമണിച്ചക്കിൽ നിന്നൂറിയൂറിച്ചോരും ചൊൽക്കൊണ്ട നാദാമൃത മൃദുലഹരി സംഗ സംജാതമോദാൽ ചേരും ചേലുറ്റ പുത്തൻ പുളകമുളകളായി മാറുമിപ്പൂഴിയിൽ കൈമാറും തോറും തുടിക്കും കലയുടെ കരളേ
രാജൻ പറമ്പേ ശ്രീകാന്തനും വസുമതി കാന്തനും ബദസതി കാന്തനും നിലയമായി ശ്രീകാന്തമായ അഖിലലോകാന്ത തത്വമയമീ കാന്ത ശക്തിവരദേ ഹേ കാന്തരൂപിണി അനേകാന്ത പുണ്യഗുണമേകാന്തരത്തിൽ മരുവും മൂകാന്തകേ സകല ലോകാംബികേ തരിക മൂകാംബികേ മമ ശിവം. നിലവിലെ സാഹചര്യത്തിൽ ലഹരി ഉപയോഗം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള അക്രമങ്ങളൊക്കെ ക്യാമ്പസുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യുവതലമുറയോട് ലഹരിയാവാം കലയോട് എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സന്ദേശം നൽകാൻ സാധിക്കും? ഇന്നത്തെ സമൂഹത്തിലെ ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരു ജനറേഷനാണ്. അപ്പോൾ കലാരംഗത്തു നിന്നൊക്കെ കുറേ കുട്ടികൾ പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കലകൾ തന്നെ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കലകളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിലൊരു ലഹരി കണ്ടെത്തി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഏതൊരു കലാകാരനാണെങ്കിലും കലാകാരിയാണെങ്കിലും ഒക്കെ അവർ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖലയുണ്ടാവും. അത് അവർ ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും അതിനോടൊപ്പം ഈ ഒരു കലാമേഖല തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ജീവിത ലക്ഷ്യം? ജീവിതത്തിൽ എന്താവണമെന്നാണ് ആഗ്രഹം? ഇപ്പം ഞാൻ BEd ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു അധ്യാപികയാവുക എന്നാണ് ആദ്യത്തെ പ്രയോറിറ്റി. അതോടൊപ്പം തന്നെ ഈ കലകളൊന്നും വിട്ടുപോകാതെ അക്ഷരശ്ലോകമായാലും കാവ്യകേളി ആയാലും മലയാള പദ്യം എല്ലാ കലകളും ഒപ്പം ഈ പ്രൊഫഷനോടൊപ്പം കൊണ്ടുപോകാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സംസാരത്തിനിടയ്ക്ക് പാട്ടിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് സംസാരിച്ചു, സംഗീതം പഠിച്ചു തുടങ്ങിയതിനെ കുറിച്ച് സംസാരിച്ചു. ഏതെങ്കിലും ഒരു സിനിമാ പാട്ടിന്റെ കുറച്ച് വരികളൊന്ന് പാടാം. കള്ളിപ്പൂങ്കുയിലെ എന്ന് പറഞ്ഞ പാട്ടിന്റെ അനുപല്ലവി തൊട്ട് പാടാം. മിന്നാര പൊൻകൂട്ടിൽ മിന്നുമാ പൊന്മുട്ട കാകന്റെ എന്നു ചൊല്ലി നിന്നെ പോലെ കാറ്റുമതേറ്റു ചൊല്ലി നേരു പറഞ്ഞിട്ടും നെഞ്ചു തുറന്നിട്ടും കൂട്ടരും കൈവെടിഞ്ഞു പിന്നെ പാവം കൂട്ടിൽ തളർന്നിരുന്നു. പുഞ്ചിരിച്ചു കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴി കാതിൽ സാധാരണ ടീച്ചിങ് പ്രൊഫഷൻ എന്നുള്ളത് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് പ്രാധാന്യമുള്ള ഒരു പ്രൊഫഷനാണ്. ആ അർത്ഥത്തിൽ കോകരിക്കുലർ ആക്ടിവിറ്റീസിന് പൊതുവേ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോഴ്സാണ് BEdൻ്റേതുള്ളത്. BEdൻ്റെ സ്ട്രക്ചർ ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ BEdൽ ഒരു വുഡ് ബി ടീച്ചർ എന്ന നിലക്ക് എല്ലാ ടീച്ചേഴ്സിനും എല്ലാ ടീച്ചിങ് ട്രെയിനീസിനും ആവശ്യമായ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകാറുണ്ട്. ഇങ്ങനെയുള്ള അച്ചീവ്മെൻ്റുള്ള കുട്ടികളെ പ്രത്യേകമായി അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും BEd കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതും കലാജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വരച്ചു കാണിച്ചതും ISS കോളേജിന്റെ അഭിമാനമായ കലാകാരി അമൃതയാണ്. ഈ അമൃതയ്ക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്, ഒരുപാട് ഉയരങ്ങൾ താണ്ടേണ്ടതുണ്ട്. ഇനിയുള്ള കലാജീവിതത്തിനും കലായാത്രയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.